നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നേ? ഹർഷയുടെ വീട്ടിൽ പോയി ജോലി ചെയ്താൽ അവൾ എനിക്ക് ശമ്പളം കൃത്യമായിട്ട് തരും. പിന്നെ അടുക്കള പണി അത് ചെയ്യാനേ എനിക്ക് ഒരു മടിയുമില്ല. എടാ, ഞാൻ നിന്നെയൊക്കെ വളർത്തി വലുതാക്കാൻ ആ പണി കുറെ ചെയ്തതാ എന്ന് കരുതി ഈ അമ്മയ്ക്ക് നാണമില്ലേ? ആ ഹർഷയുടെ വീട്ടിൽ അമ്മ പോകുന്നതേ എനിക്ക് ഇഷ്ടമല്ല. അപ്പോഴാണ് ജോലി. അയ്യോ എടാ, നിന്റെയൊക്കെ ഇഷ്ടം മാത്രം നോക്കി ഞാൻ എങ്ങനെയാടാ ജീവിക്കുന്നത്? എന്താ നീയൊക്കെ എനിക്ക് തരുന്നത്? ട്രാവൽസ് പെങ്ങൾക്ക് എഴുതി കൊടുത്തു. ഇനി വീട്ടുകാര്യങ്ങളൊക്കെ അവള് നോക്കട്ടെ. എനിക്ക് എന്റെ ആവശ്യത്തിന് രൂപ വേണം. അതിനിപ്പോ ആരുടെയും മുമ്പിൽ കൈ നീട്ടി നിൽക്കാനും വയ്യ. എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളവേ ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കും. അത് പിന്നെ ഹർഷയുടെ വീട്ടിലായതുകൊണ്ട് അവളെന്നെ ഒരു വേലക്കാരിയായിട്ട് കാണത്തുമില്ല. പിന്നെന്താ? എന്റെ ഏട്ടൻ കൂടി അറിഞ്ഞിട്ടാണോ അമ്മ ഹർഷയുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത്? ഞാൻ അറിഞ്ഞിരുന്നു. എന്നിട്ട് ഏട്ടനത് സമ്മതിച്ചോ? ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാനും നിർബന്ധിക്കാനും ഒന്നും ഞാൻ ആളല്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. നമ്മളെല്ലാവരെക്കാളും പ്രായവും ജീവിതാനുഭവവും ഒക്കെ അമ്മയ്ക്കുണ്ട്. പിന്നെ അമ്മയെ നമ്മളായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഈ വാക്ക് കേട്ടാ മതി. അത് ഹർഷയുടെ വീടായതുകൊണ്ടായിരിക്കും ഏട്ടനൊന്നും എതിരില്ലാത്തത്. സത്യ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മകൻ അമ്മയെ വീട്ടുജോലിക്ക് പോകാൻ സമ്മതിച്ചത് അത് ഹർഷയുടെ വീടായതുകൊണ്ട് തന്നെയാ. അതെ, അതിന് ഞാൻ ഇന്ദ്രനോട് ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ മക്കളുടെ അടിമയായിട്ട് ജീവിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്റേതായ തീരുമാനവും ഉണ്ട്. അതെ, നിങ്ങൾ ആവർത്തിച്ച് സമയം കളയണ്ട. ഞാൻ പോവുക. മാറങ്ങോട്ട്. അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ കാര്യവും കാരണമൊന്നും തിരക്കണ്ട. എന്റെ സത്യേട്ടാ, നമ്മുടെ അമ്മ ഒരിക്കലും മാറില്ല. ഇനി ഇങ്ങനെ തന്നെയായിരിക്കും അവസാനം വരെ. മോളെ മഞ്ചാടി,
നീ എന്തത്ര രാവിലെ? ഒന്നുമില്ല ചേച്ചി. ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. രഘുവേട്ടൻ പറഞ്ഞു. മോളെ അച്ഛൻ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? സച്ചി സാറിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് പറഞ്ഞോ? അതെ ചേച്ചി, അച്ഛനേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. നമ്മുടെ അച്ഛൻ ജയിലിൽ പോകേണ്ടി വന്നാ അത് നമുക്ക് സഹിക്കൂ ചേച്ചി. അതുകൊണ്ടാ എന്നെ കുറിച്ച് ആലോചിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞേ. പക്ഷേ നമ്മുടെ അച്ഛൻ നിന്റെ മനസ്സോട് കണ്ടോണ്ടാ മോളെ എല്ലാം ചെയ്തത്. എന്നുവെച്ചാ അച്ഛൻ ആരുടെ ഔദാര്യം പറ്റാൻ നിന്നില്ല. നമ്മുടെ വീട് പണയം വെച്ച് സച്ചി സാറിന്റെ ഫിനാൻസ് കമ്പനിന്ന് കടമായ ആ പണം എടുത്തത്. നമ്മുടെ അച്ഛൻ എപ്പോഴും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നെ അല്ലേ ചേച്ചി? അതെ മോളെ, ആ അച്ഛനെ ഇനിയും നമ്മൾ സങ്കടപ്പെടുത്തിക്കൂടാ. നീ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എനിക്കറിയാം ചേച്ചി, എന്റെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ശരിയാണോന്ന് ഞാൻ സ്വയം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇനി അച്ഛനോ ചേച്ചിമാർക്കോ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അതിനുള്ള ഇടം ഞാൻ വരുത്തില്ല. മതി മോളെ, നിനക്കങ്ങനെ പറയാൻ തോന്നിയല്ലോ, അത് മതി. ആ പിന്നെ നമ്മുടെ വിനയനെ ചിലർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. അത് നീ അറിഞ്ഞോ? ഇല്ല, വിനയേട്ടൻ ആരാ തട്ടിക്കൊണ്ടുപോയെ? എന്താ പ്രശ്നം? അത് നമ്മുടെ കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് മഞ്ചാടി. അതെന്താണെന്നൊന്നും ഇപ്പൊ നിന്നോട് പറയാൻ കഴിയില്ല. നീയും വളരെ സൂക്ഷിക്കണേ. സൗഹൃദം ഭാവിച്ചൊപ്പം കൂടിയവരെല്ലാം നല്ലവരാണെന്ന് വിചാരിക്കണ്ട. അതിൽ ശത്രുക്കളും ഉണ്ടാവും. എനിക്കും ഉറപ്പാ. എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ചേച്ചി. ഞാൻ സൂക്ഷിച്ചോളാം. ശരി, പറ്റുമെങ്കിൽ 2 ദിവസം അവധിയെടുത്ത് നീ ഇങ്ങോട്ട് വാ. അത് നമ്മുടെ അച്ഛനും ഒരു ആശ്വാസമായിരിക്കും. ഞാൻ ഫ്രൈഡേ ഈവനിങ് വരാം ചേച്ചി. സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലല്ലോ. ശരി മോളെ, എന്നാ ചേച്ചി വെക്കട്ടെ. നീ വിളിച്ച കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. ശരി ചേച്ചി. വെള്ളം 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 എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും താടാ. നീ സഹകരിച്ച നിനക്ക് എന്തുകൊണ്ടാലും തരാടാ. പക്ഷെ സഹകരിക്കണം. ഇല്ലെങ്കിലേ നീ കായലിലെ വെള്ളം കുടിച്ചായിരിക്കും ചാകുന്നെ. പേടിപ്പിക്കാതടാ. ഞാൻ ചത്താലും അവന്മാരൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലടാ. ഒറ്റ അടിക്ക് നീയില്ല. മര്യാദക്ക് നീ സത്യം പറഞ്ഞോണം. ഓരോരുത്തന്മാരും ഇറങ്ങിക്കോളും. വെള്ളം തരില്ലെങ്കിൽ വേണ്ട, എന്നെ ഒന്ന് ബാത്റൂമിൽ പോവാമെങ്കിലും അനുവദിക്കടാ. ഇല്ലെങ്കിൽ ഞാൻ 1, 2 എല്ലാം ഇവിടെ വെച്ച് നടത്തും. എടാ, ഞാനൊരു മനുഷ്യനല്ലടാ. എത്ര നേരമായി നിങ്ങൾ എന്നെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. കുറച്ച് മനുഷ്യത്വം കാണിക്കടാ. വെള്ളച്ചിലെടുക്കരുത്. മര്യാദക്ക് കാര്യം നടത്തി വന്നേക്കണം. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് വെള്ളച്ചിലെടുക്കാനാടാ? ബാത്റൂം എവിടെയാണെന്ന് പറ, എന്നെ ഒന്ന് കൊണ്ടുപോ.
എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ പ്ലീസ്. കഴിക്ക്, വേഗം കെട്ടഴിക്ക്. വാടാ. അങ്കിളെ ആ, ദാ ചായ. അണ്ണൻ ഇന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിയല്ലോ അനു. ഇല്ലങ്കിൾ, രാവിലെ ഞാൻ ചായ മുറി കൊണ്ട് കൊടുക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുക. അണ്ണന് എന്നോടും രഘുവിനോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു.